ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുപ്പുലരിയിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ഇത്തവണത്തെ വിഷു, അതായത് ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ച വന്നെത്തുന്ന ഈ പുണ്യദിനം കേവലം ഒരു ആഘോഷം മാത്രമല്ല, പലരുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തി വലിയൊരു ഭാഗ്യലബ്ധിയിലേക്ക് വഴി തുറക്കുന്ന ഒരു മഹാമുഹൂർത്തം കൂടിയാണ്. ജ്യോതിഷപ്രകാരം ഈ വിഷുദിനത്തിൽ 8 നക്ഷത്രക്കാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിലൂടെ തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അവിസ്മരണീയമായ നേട്ടങ്ങൾ കൈവരാൻ പോകുന്നത്. കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും വീർപ്പുമുട്ടുന്നവർക്ക് ഒരു രാജാവിനെ പോലെ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യമാണ് ഈ ദിനം ഒരുക്കുന്നത്. ആ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ചെയ്യേണ്ട ലളിതമായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം. ഈ പട്ടികയിൽ ഒന്നാമതായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു മാസാവസാനമെത്തുമ്പോൾ ശമ്പളം പോലും തികയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? കടബാധ്യതകൾ നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടോ? എങ്കിൽ ഈ വിഷുദിനം നിങ്ങൾക്കുള്ളതാണ്. ഈ ഭാഗ്യം നിങ്ങളിലേക്ക് പൂർണ്ണമായി വന്നെത്താൻ വിഷുവിന്റെ തലേദിവസം രാത്രി 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് ദീപം തെളിയിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുക. എന്നിൽ തെളിഞ്ഞിരിക്കുന്ന ഭാഗ്യത്തെ ഞാൻ പൂർണ്ണമായി എന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന് 3 തവണ ആവർത്തിച്ച് പറയുക. പ്രാർത്ഥനയ്ക്ക് ശേഷം 1 രൂപയുടെയോ 5 രൂപയുടെയോ ഒരു നാണയം പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. 7, 3, 9 എന്നീ സംഖ്യകളുമായി ബന്ധപ്പെട്ടായിരിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്തുക. വെള്ളയോ ക്രീം നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അന്ന് കൂടുതൽ പോസിറ്റിവിറ്റി നൽകും. അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം ആഗ്രഹങ്ങൾ പോലും മറച്ചുപിടിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. എന്നാൽ ഈ വിഷുദിനം നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയുടേതാണ്. വിഷുദിവസം രാവിലെ 12 തവണ സൂര്യ നമസ്കാരം ചെയ്യുകയും സൂര്യോദയം നോക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. 1, 5, 6 എന്നീ സംഖ്യകളാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അന്ന് ഉത്തമമായിരിക്കും. മൂന്നാമതായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. കാലങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നവരും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഇന്നും സഫലമാകാത്തവരും മകം നക്ഷത്രക്കാരിൽ ഉണ്ടാകാം. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ഈ വിഷുവിന്റെ തലേദിവസം വൈകുന്നേരം 7-നും 9-നും ഇടയിൽ കിഴക്ക് ദിക്കിലേക്ക് നോക്കി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. തുടർന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത്. മാതാപിതാക്കൾ അടുത്തില്ലാത്തവർ ഈശ്വരസ്മരണയോടെ പ്രാർത്ഥിച്ചാൽ മതിയാകും. 2, 4, 8 എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശുഭകാര്യങ്ങൾ ആകർഷിക്കാൻ സഹായിക്കും. 4ാമത്തെ ഭാഗ്യനക്ഷത്രം പൂരുട്ടാതിയാണ്. ഒറ്റപ്പെടുത്തലുകളും കടബാധ്യതകളും കാരണം ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ വിഷുദിനത്തിൽ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറും. ഈ ഭാഗ്യത്തിന്റെ ആക്കം കൂട്ടാൻ വിഷുവിന്റെ തലേ ദിവസമോ അന്നേ ദിവസമോ ചെറിയ രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുക. അത് അന്നദാനമായോ നാണയത്തുട്ടുകളായോ നൽകാം. 6, 8, 9 എന്നീ സംഖ്യകൾ നിങ്ങളെ ഭാഗ്യത്തിലേക്ക് നയിക്കും. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അന്ന് ധരിക്കുന്നത് ഉത്തമമാണ്. 5ാമതായി പൂരം നക്ഷത്രക്കാരാണ്. ദൈനംദിന ജീവിതം തന്നെ വലിയൊരു സാമ്പത്തിക പോരാട്ടമായി കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ തേടിയെത്തുന്ന ഈ വലിയ നേട്ടം മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ളതാകും. ഇത് കേവലം പണമല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ പുതുക്കി പണിയുന്ന ഒരു സമ്പത്തായി മാറും. വിഷുവിന്റെ തലേ ദിവസം വീടും പൂജാമുറിയും നന്നായി വൃത്തിയാക്കി സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. 1, 3, 5 എന്നീ സംഖ്യകൾ ഭാഗ്യം നൽകും. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളിലെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും. 6ാമതായി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും കുടുംബത്തിന് പുരോഗതിയില്ലാത്ത അവസ്ഥയാണോ? എങ്കിൽ ഇത്തവണത്തെ വിഷു നിങ്ങൾക്ക് കോടീശ്വര യോഗമാണ് നൽകുന്നത്. ഈ മഹാഭാഗ്യം നിലനിർത്താൻ വിഷുവിന്റെ തലേ ദിവസം തുളസി പൂജ നടത്തുകയും തുളസിക്ക് ജലം സമർപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഈശ്വരാധീനം വർദ്ധിക്കും. 4, 7, 8 എന്നീ സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തേടിയെത്താം. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് അന്ന് ഗുണകരമാകും. 7ാമത്തെ ഭാഗ്യനക്ഷത്രം ചിത്തിരയാണ്. വരുമാനം ആവശ്യങ്ങൾക്ക് തികയാത്തതും ഇടപാടുകളിലുണ്ടായ നഷ്ടങ്ങൾ കാരണം കടക്കിണിയിൽപ്പെട്ടവരും ചിത്തിര നക്ഷത്രക്കാരിലുണ്ടാകാം. വിഷുവിന്റെ തലേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു കണ്ണാടിക്ക് മുൻപിൽ ദീപം തെളിയിച്ച് അതിലേക്ക് നോക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് പറഞ്ഞ് പോസിറ്റീവായ കാര്യങ്ങൾ ആശംസിക്കുക. 2, 6, 9 എന്നീ സംഖ്യകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 8ാമതായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങളും കണ്ണുനീരും മാത്രം അനുഭവിക്കേണ്ടി വന്നവർക്ക് ഈ വിഷുപുത്തൻ പുലരിയായിരിക്കും. വിഷുവിന്റെ തലേ ദിവസം
സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുമ്പോൾ ഭഗവാന്റെ മുൻപിൽ ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്. കൂടാതെ ഉറങ്ങുന്നതിന് മുൻപ് പിറ്റേ ദിവസം വലിയൊരു ധനനേട്ടമുണ്ടാകുമെന്ന് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. സന്തോഷത്തോടെ മാത്രം വിഷുക്കണി കാണുക. 8, 4, 7 എന്നീ സംഖ്യകൾ നിങ്ങൾക്ക് അനുകൂലമാണ്. വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം ആകർഷിക്കാൻ സഹായിക്കും. ഈ 8 നക്ഷത്രക്കാർക്കും ഈ വർഷത്തെ വിഷുദിനം ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതം ഉന്നതിയിലെത്തിക്കുന്ന ഒരു വലിയ ദിനമായിരിക്കും. ഈശ്വരാനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റായി അറിയിക്കുക. നമ്മുടെ പ്രത്യേക പൂജകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. ഏവർക്കും ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.